നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ രാജീവനും ശിവശങ്കരനും കൂടെ വൈജിയോട് സംസാരിക്കുകയാണ്. പിന്നീട് വൈജി പറഞ്ഞു, അതെ, എനിക്ക് ചെലവായ തുക മൊത്തം ഞാൻ ബാലചന്ദ്രന് റീഫണ്ട് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജുവും ചോദിച്ചു, അല്ല വൈജെ, അപ്പം നിനക്കിനിയിപ്പം കടപ്പാട്ടൂർക്ക് പോകണമെന്നില്ലേ? ബാലേന്ദ്രന് ഒത്തുള്ള ജീവിതം അത് വേണ്ടെന്നാണോ നീ പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അതിനി ഒരു സംശയമില്ല, എനിക്ക് ബാലേന്ദ്രനോടൊപ്പം ഒരു ജീവിതം വേണ്ട, ഞാൻ അയാളുമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലേ വൈജയ്? ദേ, നീയാണ് നിന്റെ ജീവിതം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കൽ നീ ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, എനിക്ക് അതിനകത്ത് ഒരു ദുഃഖവും തോന്നത്തില്ല, ബാലേന്ദ്രൻ എന്നോട് ചെയ്ത ചതിയല്ലേ. രാജീവൻ പറഞ്ഞു, നീ എന്ത് വലിയ തെറ്റാ വൈജ ചെയ്തേ? എന്നിട്ടോ അതൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ നീ ബാലേന്ദ്രന്റെ ജീവിതത്തിലേക്ക് വന്നേ? എന്നിട്ടിപ്പൊ നീ നല്ല വിള ഞമൻ ഇതൊക്കെ പറയുന്നേ ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നിങ്ങൾ പറയാതിരിക്കുക ഭേദം. പഴയ കാര്യങ്ങളൊന്നും ചെകഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ബാലേന്ദ്രനോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നൊന്നുമില്ല. എവിടെയോ കിടന്ന് ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളുടെ ഒപ്പം പോയി താമസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല, നിന്റെ ഭാവി പരിപാടി എന്താ? നീ എങ്ങോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നേ? എനിക്ക് വീടുണ്ടല്ലോ, കൊല്ലപ്പള്ളി വീട്, അവിടെ വന്ന് ഞാൻ താമസിക്കും. അല്ല, ഇനി അതും പറ്റില്ലെങ്കിൽ ഞാൻ വേറൊരിടത്ത് വീടെടുത്ത് മാറും. എനിക്കതിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അല്ല, നിന്നെ ആര് നോക്കും വൈജെ? ഞാനൊരു ഹോം നേഴ്സിനെ നിർത്തും, അതിനാണോ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്? ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു പേടിയില്ല ശിവേട്ട. അപ്പോഴേക്കും രാജീവൻ ശിവശങ്കരനോട് പറഞ്ഞു, ശിവേട്ട, ഇനിയിപ്പോൾ ഇവളോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇവളുടെ അഹങ്കാരം അങ്ങ് തലക്ക് കയറി മത്ത് പിടിച്ചിരിക്കുക. ഒന്നുമല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും അവൾ താഴെ കൂട്ടാക്കണം. പക്ഷെ ഇതൊന്നുമില്ല. ഇവൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ ജീവിതം ഇവൾ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുക. ഓ, നിങ്ങളിപ്പോൾ ബാലേന്ദ്രനോടൊപ്പം ചേർന്നിട്ട് ബാലേന്ദ്രൻ ന്യായം പറയുവാണല്ലോ, ആയിക്കോ, ബാലേന്ദ്രന് കൊടി പിടിച്ചോ. പക്ഷെ എന്നെ ആ കൊടുത്ത് കിട്ടില്ല. ഈ വൈജയ ആരാ എന്താണെന്നൊക്കെ ബാലേന്ദ്രനെ അറിയാൻ പോകുന്നുള്ളൂ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിവോഴ്സ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പം ശിവശങ്കരൻ ചിരിച്ചു. എന്താ ശിവേട്ട ചിരിക്കുന്നേ? അല്ല, നിന്റെ പൊട്ടത്തരം ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഈസിയാ, പക്ഷെ മക്കളെക്കുറിച്ച് നീ ചിന്തിച്ചോ? മക്കളെ ആര് നോക്കും? മക്കളെ എൻ്റെ കൂടെ പോരും. നല്ല കഥയായി. നിന്റെ കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ അവരെ നിനക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ? നിന്റെ ശമ്പളം കൊണ്ട് നീ അവരെ നന്നായിട്ട് നോക്കുവോ? പിന്നെ ബാലേന്ദ്രൻ്റെ കൂടെ അല്ല മക്കള്, ബാലേന്ദ്രൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ബാബിതേൻ രോഹിത്ത് ചിലപ്പോൾ നിന്റെ കൂടെ പോന്നിരിക്കും. പക്ഷെ കൃഷ്ണമോള് പോരും തോന്നില്ല. അവളാളും ഇടിക്കുക, അവള് ബുദ്ധിയുള്ള പെൺകുട്ടിയാ. ഇത് കേട്ടതും വൈജ പറഞ്ഞു, അവൾ ഒറ്റയെണ്ണം മാത്രം എൻ്റെ വയറ്റിൽ പറഞ്ഞിട്ട് തലതിരിഞ്ഞു പോയിട്ടുള്ളേ. അതെ, നിന്റെ വയറ്റിൽ പറഞ്ഞിട്ട് നല്ലതായിട്ട് വന്ന അവൾ ഒറ്റ ഒരുത്തി മാത്രമേ ഉള്ളെന്ന് പറ. എന്നപ്പോഴേക്കും രാജീവൻ അത് തിരുത്തി പറയാ. വൈജിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവരങ്ങനെയൊക്കെ പറയണേ. ഒടുവിൽ ശിവൻ പറഞ്ഞു, ഇനി നമുക്ക് ഇറങ്ങിയേക്കാം. പിന്നെ ഒരു കാര്യം, ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കരുത്. ഞങ്ങൾക്ക് ഓടി വരാൻ പറ്റില്ല. രാജീവൻ ടിക്കറ്റൊക്കെ ഓക്കെ. പിന്നെ എൻ്റെ കാര്യത്തിൽ 2-3 ദിവസമോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. ജോലി സ്ഥലത്തുനിന്ന് പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലെന്നറിയാലോ. ശരി, ഞാനല്ലെങ്കിലും ആരെ ശല്യപ്പെടുത്താൻ വരുന്നില്ല എന്നൊക്കെ വൈജി ഇങ്ങനെ തീർത്ത് പറഞ്ഞു. പിന്നെ രാജീവനും ശിവശങ്കരനും അവിടെ നിന്നില്ല. അവര് പോയി. അവരും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ആകെപ്പാടെ കട്ടക്കലിപ്പായി. എല്ലാവരും കൂടെ ഇപ്പോൾ ഒത്തുചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുക എന്നൊരു ചിന്ത വൈജയുടെ മനസ്സിലുണ്ടായി. അതേസമയം ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് മനുശങ്കർ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ എന്തായി എന്നറിയാൻ വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുവാണ് കൃഷ്ണമോളും അലീനയും കൂടെ. അങ്ങനെ മനു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്തായി മനുവേട്ട? അച്ഛൻ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു, അങ്കിൾ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. അങ്കിളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ? അങ്കിളിനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ. അങ്കിള് പറയുന്ന ആൻറ്റി ഒരു കാരണവശാലും അറിയാൻ പാടില്ലെന്നാ പറയണേ. ഞാൻ കുറേ അങ്കിളിനോട് പറഞ്ഞു നോക്കി, പക്ഷെ അമ്പയും വില്ലിനും അങ്കിൾ അടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ, ഇനിയിപ്പം നിർബന്ധിക്കാനൊന്നും പോകണ്ട മനുവേട്ട. പാവം അച്ഛന് ഇപ്പം ജീവിച്ചിരിക്കുന്ന പോലും ഞാനുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നേ. അച്ഛൻ്റെ മനസ്സാകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആദ്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനെ ഞാൻ കണ്ടതല്ലേ. അച്ഛൻ്റെ തകർന്ന മുഖം ഇനി ആ മനസ്സിനെ വേദനിപ്പിക്കാട്ട് എനിക്കൊരുക്കമല്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പറയാതെ ഒരു കാരണവശാലും അമ്മ ഇതറിയാനായിട്ട് പാടില്ല. നമ്മളാരും അച്ഛനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അപ്പൊ ചേച്ചി, അമ്മയ്ക്ക് ഒരിക്കലും ഇത് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നും ചേച്ചിനെ ശത്രുവായിട്ടല്ല കാണത്തുള്ളൂ. അതെ, ശത്രുവായിട്ട് കണ്ടോട്ടെ, പക്ഷേങ്കിൽ അച്ഛനെ താർക്കാണ്ട് ഞാൻ ഒരുക്കമല്ല.
സ്വന്തം മോളല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്ക് തന്ന് എന്നെ നോക്കുന്ന ആളാണ്. അപ്പം ആ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. പിന്നെ എനിക്കറിയാലോ എൻ്റെ അമ്മ അത്. അതുകൊണ്ട് അമ്മ എന്ത് എന്നോട് പറഞ്ഞാലും കാണിച്ചാലും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല മനുവേട്ട. അല്ലെങ്കിലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. ബ്രജിത്താമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുതെന്ന്. എവിടെയോ ഒരു ഓർഫനേജിൽ കിടന്ന് ഞാനാ അച്ഛനുണ്ട് അമ്മയുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ എൻ്റെ മമ്മി മരിക്കണ സമയത്താണ് എന്നോട് ആ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പം എനിക്ക് ആദ്യം ഒരു അത്ഭുതമായിരുന്നു. അമ്മയെ കാണണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ചറിയണം അങ്ങനെയൊക്കെ ഒരു അത്യാഗ്രഹം കൂടി. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് വേണ്ട, ഇങ്ങനെ പോയാൽ മതി. ഈ കുടുംബം താർക്കാൻ ഞാൻ ഒരുക്കമല്ല. അമ്മ അറിയുന്ന നിമിഷം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പറയുന്നതിൽ എന്താ അർത്ഥമായിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട മനുവേട്ട, എനിക്ക് അമ്മ ഒരിക്കലും തിരിച്ചറിയണമെന്ന് ആഗ്രഹമില്ല. അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. അച്ഛനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. മനുശങ്കറിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്കിള് അലീനയും താനും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞ്. അലീനയ്ക്ക് മറ്റുള്ളവരുടെ വിഷമം കാണാനായിട്ട് പറ്റും, അങ്കിളിൻ്റെ വിഷമം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്കിൾ അങ്ങനെ പറഞ്ഞത്. പിന്നീട് മനു പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആട്ടെ, ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ അലീനയെ വിളിക്കുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മനുവിൻ്റെ മനസ്സിൽ അലീനയായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു എന്താ മനുവേട്ടാ, അല്ല നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? പണിയൊക്കെ കഴിഞ്ഞു, ഞാനിപ്പം മുറിയിലേക്ക് വന്നോളെന്ന് പറഞ്ഞു. എന്താ മനുവേട്ടാ, എന്താ വിളിച്ച എന്താന്ന് ചോദിച്ചു. ഞാൻ വെറുതെ വിളിച്ച. വെറുതെയോ? എന്താണെന്നറിയത്തില്ല. മുത്തശ്ശൻ കഴക്കൂട്ടത്ത് പോയി ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം അതിനെ കണ്ടതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിനെ കാണണമെന്നും വിളിക്കണമെന്നും ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന പറഞ്ഞു വേണ്ട കേട്ടോ, ഈ റൂട്ട് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അതെന്താ, ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ, മുത്തശ്ശൻ എന്നോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേ? അവൾക്കൊന്നും സംഭവിക്കില്ല, അവളെ നല്ലവണ്ണം തന്നെ നോക്കിക്കോണമെന്ന്. അപ്പം അതുകൊണ്ട് മുത്തശ്ശന് ഞാൻ വാക്ക് കൊടുത്താ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഞാനത് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു അത് ചെയ്യണം, പിന്നെന്താ, പിന്നെ വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. എന്ത് വിശേഷം? ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, മനുവേട്ടൻ വന്നിട്ട് പോയതല്ലേ. അപ്പം എന്നോട് പറയാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അതെ രേവതിക്കുട്ടി വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറയണം. അങ്ങനെ കുറേ സമയം മനുശങ്കറും അലീനയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. മനുശങ്കറിന് ഭയങ്കര സന്തോഷമാണ് അലീനയോട് സംസാരിക്കുമ്പോൾ. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ തോന്നും. കാരണം അവളുടെ സ്വഭാവം നല്ലതാണ്. നല്ല സ്വഭാവം ഉള്ളവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞ കണക്ക് അവളോട് സംസാരിച്ചിരിക്കാനും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അങ്ങനെ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കറിന് അലീനെ അപ്പം കാണണമെന്ന് തോന്നുകയാണ്. പെട്ടെന്ന് മനുശങ്കർ ഫോൺ എടുത്തു. അലീനയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ഫോണിനകത്ത് ആ ഫോട്ടോയിലേക്ക് നോക്കി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നോക്കി ഇരിക്കെ ഒന്നുകൂടെ ഇഷ്ടം അലീനയോട് കൂടി വന്നു. അപ്പം മനുശങ്കറുടെ മനസ്സ് നിറയെ അലീനയോടുള്ള പ്രണയമാണ്. അങ്ങനെ ആ ഫോട്ടോ നോക്കി കിടന്നാണ് അന്ന് രാത്രിയിൽ മനുശങ്കർ കിടന്നുറങ്ങണേ. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പോഴേക്കും അലീന പറഞ്ഞു അച്ഛൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. വേണ്ട മോളെ, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ കലി ഇളകും, വെറുതെ എന്തിനാ, അവൾക്ക് ആഗ്രഹമില്ല, പിന്നെ നീ പോയി നോക്കേണ്ട കാര്യം എന്തിനാ, നിന്റെ സമയം വെറുതെ ആരോഗ്യം വേസ്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? കൃഷ്ണമോള് പറഞ്ഞു ഞാൻ പോയിക്കോളാം, എനിക്കിന്ന് ക്ലാസ് ഇല്ലല്ലോ അയച്ചി, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ബാലേന്ദ്രനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. ഈ സമയത്ത് ബബിത ഫോണിനകത്താണ്. ബബിത അമലിനെ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുക. ബബിതയ്ക്ക് ഒരു ടെൻഷനുണ്ട്, ഇനിയിപ്പോൾ അവന് ഹരി ആ വീഡിയോ പുറത്തു വിടുമെന്ന്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അമലിനോട് പറയുകയും ചെയ്തു. അമൽ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, അവൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും ദൈവമേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പണിയാകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കമായിരുന്നില്ല ബബിത. എന്ത് വന്നാലും അതിനെ നേരിടും എന്നും ബബിത ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് എന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോവർദ്ധനെ കണ്ട് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ്. ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനും പറഞ്ഞു ഇപ്പം നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഡിസ്ചാർജ് ആവാമെന്നാണ് പറഞ്ഞേ. ശരി, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയത്ത് വൈജി അവരെ നോക്കി. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു അതെ, നിങ്ങൾക്ക് ഞാൻ പണം റീഫണ്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞല്ലോ, തന്നേക്കാം. നിങ്ങൾ എന്നെ നോക്കിയാനുള്ള കണക്ക് അത് നിങ്ങൾ എൻ്റെ ആങ്ങളമാരുടെ കൈ കൊടുത്തു വിട്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അവർ കൃത്യമായിട്ട് കൊണ്ടു തരുകയും ചെയ്തു. നിങ്ങൾ എൻ്റെ ആങ്ങളമാരൻ കയ്യിലെടുത്തല്ലേന്ന് ചോദിച്ചു. ഇതേ ബാലേന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുകയോ മാത്രമേ ചെയ്തേ. ആയിക്കോട്ടെ,
നിങ്ങൾ ആരെ വേണം കയ്യിലെടുത്തോ. ഇനിയിപ്പോൾ എന്നെ ചികിത്സിച്ചതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു കടം ബാക്കി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദേ ചെക്ക് നിങ്ങൾക്ക് ചിലവായ തുക എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതും കൂടി എഴുതിയെടുത്തോളാൻ പറഞ്ഞു. ഇനി നമ്മൾ തമ്മിലൊരു കണക്കിൻ്റെ ആവശ്യമില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അപ്പം നീ എൻ്റെ കടം വീട്ടാൻ തീരുമാനിച്ചില്ലേ? അതെ, നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, വൈജയ് നീ തോറ്റു പോകത്തുള്ളൂ, ഒരിക്കലും നിനക്ക് എന്നോടുള്ള കടം വീട്ടാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, നമ്മൾ തമ്മിൽ ഈ ഒരു കണക്കല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അതെ, നീ തോറ്റു പോകും വൈജയ്, നിനക്കൊരിക്കലും ആ കടമയും കടപ്പാടും വീട്ടാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് ഒരു അന്താളിപ്പോട് കൂടി ബാലേന്ദ്രനെ ഒന്ന് നോക്കുകയാണ്. കൃഷ്ണമോൾക്ക് മനസ്സിലായി അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ആളാവുമൊന്നും വേണ്ട, എന്നെ തോൽപ്പിക്കാന്നായിരിക്കും നിങ്ങളുടെ ഒരു ഭാവം. ഈ പേരും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്താനായിരിക്കും. ഈ കണക്കും കടപ്പാടിൻ്റെയും പേരും പറഞ്ഞ് വെറുതെയാ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഞാൻ നിങ്ങളുടെ കാളിച്ചൂട്ടിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് വേണ്ട, അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അമ്മ വെറുതെ വാശി പിടിക്കരുത്. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനോട് എതിരിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ തോറ്റു പോകത്തുള്ളൂ. അതേടി, നീ ബാലേന്ദ്രൻ്റെ വശമാണല്ലോ, ആയിക്കോ, അച്ഛനും മോളും കൂടെ എന്ത് വെള്ളം ആയിക്കോ. പക്ഷേ ഈ വൈജയനെ അതിന് കിട്ടത്തില്ല. വൈജയ ഒരു കാര്യം തീരുമാനിച്ച തന്നെയാ, ഡിവോഴ്സ് എന്ന കാര്യം അതിൽ തന്നെ ഉറച്ചു വയ്ക്കുവാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, കൊടുത്തോ, നീ ഡിവോഴ്സിന് കൊടുക്കും, എന്ത് വെള്ളം ചെയ്തോ, പക്ഷേ ഡിവോഴ്സ് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആൾ ഞാനല്ലേ. അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് തന്ന് നിന്നെ ഞാൻ ഇതിനകത്തൊന്ന് വേർപ്പെടുത്തിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നീ അങ്ങോട്ട് പോയി സന്തോഷിക്കണ്ടേ, നിന്നെ സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് പോലും എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയില്ല. കൃഷ്ണമോൾക്കറിയാം അച്ഛൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ന്യായമുണ്ടെന്ന്. വൈജയ്ക്ക് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യമായി. ബാലേന്ദ്രനോട് ദേഷ്യം ഇരട്ടിക്കുകയോ ചെയ്തേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.